മയക്കുമരുന്നിനും മറ്റു മാരക ലഹരി പദാർത്ഥങ്ങൾക്കും ഒപ്പം നാടിന് മുടിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അടിമയാണ് എന്നോർക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നു. മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ പരസ്പരം അംഗം കുറിക്കുന്ന ഈ നാട്ടിൽ നമുക്ക് സ്നേഹത്തോടെ കഴിയാം. ഭാരതാംബയുടെ നെഞ്ചകം കയറി രസിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാം. ജനിപ്പിച്ച ജനനയുടെ പൊക്കൽക്കൊടിയിൽ ഭീകരവാദത്തിന്റെ ബോംബ് വെച്ച് കെട്ടി പൊട്ടിച്ചുരസിക്കുന്ന രാജ്യദ്രോഹികളായവരെ നമുക്ക് തിരിച്ചറിയാം. നന്മകൾ ചെയ്ത് നമ്മുടെ നാടിനെ നമുക്ക് സംരക്ഷിക്കാം. പ്രാർത്ഥനയുടെ രാജ്യത്തിന്റെ സംരക്ഷകരാകാം. മനസുഖനായി തീരാമൊന്നായി ഭാരതം, വൈര്യം വെടിഞ്ഞ ഹൃദയവുമായി ചേരാമൊന്നായി ഭാരതം. നാം ഒന്നായി ചേർന്നു ഭാരതം, നാം അണിയണിയായി ചേർന്നിട ദൈവരാജ്യം ഭാരതം ഭാരതം വേഷങ്ങളിൽ നാം ഒരു മനസ്സുകളായി ചേർന്നിടാം. വർണ്ണവർഗങ്ങളിൽ നാം ഒരു അമ്മതൻ മക്കളായിടാം. ജാതി കോമരങ്ങളും അകലട്ടെ, മതമാത്സരങ്ങളും തകരട്ടെ. മതമൂല്യൻ മനുഷ്യ മനസ്സിൽ ദൈവസ്നേഹം വളരട്ടെ. മതമൂല്യൻ മനുഷ്യ മനസ്സിൽ ദൈവസ്നേഹം വളരട്ടെ. നാം ഒന്നായി ചേർന്ന് പണിയും ദൈവസ്നേഹത്തിൻ്റെ ഭാരതം, നാം അണിയണിയായി ചേർന്നിടാം ദൈവരാജ്യം പണിതിടാം. ഭാരതം 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 ഭാരതം. നാടകം ആരംഭിക്കുന്നു. മാസളിയ ഇത് കോനവാസം ചേട്ടാ. എന്റെ ബ്രോ ഈ സെൽഫിക്ക് 100 ലൈക്ക് ഉറപ്പല്ലേ? വേഗം നീ ഇതെടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ പിള്ളേർ ഇത് കണ്ടു നീ എത്തട്ടടാ. ലൈഫ് ഒന്നുള്ള അളിയ, അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. നമ്മുടെ മരണമാ സേറെ കണ്ടല്ലോ, അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചെടുക്കായിരുന്നു. നീ ഒന്ന് വിളിച്ചു, നീ എന്നെ വിളിക്കേ. അല്ല അവരെ ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. Sorry, da. You start acting strange. Uniform ആയിട്ട് ഇതെന്നൂടെ ഞാൻ പെട്ട പാടി വണ്ടിയിടാ. അതങ്ങോട്ട് മാറ്റി കാത്തിരിക്കുക. ഇവിടെ നിന്ന് അപകടമാ. പപ്പയ്ക്ക് എന്റെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. മണ്ടൂസേ, നീ ഇങ്ങനെ പേടിക്കാതെ. ഞങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ അല്ലേ? അല്ല പിന്നെ അവരെ വെട്ടിച്ച് തന്നെ ഞങ്ങളും ചാടിയത്.
എന്റെ ബ്രോ ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ. പേടിക്കാതെ പോകുന്നതിന് മുമ്പേ ഒരു സെൽഫി. നിങ്ങൾ വന്നേ. എന്റെ സാർ ചിരിക്കടി. നമുക്കവരെ രക്ഷിക്കാം. ആരും കരയുന്നു. റിയ, റിക്കി, പ്ലീസ് കം. മണ്ണാ കേട്ട ഒരു സെൽഫിക്ക് വേണ്ടി പോസ് ചെയ്യുമ്പോഴാ അവളുടെ ഒരു അപകടം. ഇവിടെ പതിവാ. ലെറ്റ്സ് എൻജോയ് യുവർ ലൈഫ്. അടിച്ചു പൊളിക്കുക, അത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. വേറെ ഒന്നുമില്ല. നമുക്കവരെ രക്ഷിക്കാം. പ്ലീസ് കം. മച്ചു വാ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉഗ്രൻ സെൽഫി, പിന്നെ ലൈവായിട്ടൊരു വീഡിയോ കവറേജ്. ലെറ്റ്സ് ഗോ ബ്രോ. അത് കലക്കി. ഇന്ന് നമ്മൾ ലൈക്കും കമന്റും ആഘോഷിക്കും. ഷാൽ വി മൂവ്? മറക്കരുതേ, ഇങ്ങോട്ട് വന്നേ. അവളുടെ ഒരു സെന്റിമെന്റ്സ് മതി. ആ സ്ത്രീയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാം. നീ ഒന്ന് വേഗം വാ. കണ്ടില്ലേ സുഹൃത്തുക്കളെ, നമ്മുടെ പുതുതലമുറയുടെ സ്വഭാവവിശേഷം. വാഹനാപകടത്തിൽപ്പെട്ട് ഒരു ജീവൻ നടുറോഡിൽ രക്ഷയ്ക്കായി കേഴുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന പുതുതലമുറയുടെ ആഹ്ലാദം. നെറ്റിലുണ്ടും ഉറങ്ങിയും ഉണർന്നും ജീവിക്കുന്നവരുടെ ആവേശം. ലൈക്കിനും കമന്റിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ആധുനിക ഇന്റർനെറ്റ് ലോകത്തിന്റെ ഉൽപ്പന്നങ്ങൾ. കഷ്ടം. ജീവൻ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ദൈവമേ, കാത്തുകൊള്ളണമേ. എടി, എന്റെ ഫ്രണ്ട്സിന് നമ്മുടെ കൊലമാസ് സെൽഫി ഒന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ട് മതി. പിന്നെ വീഡിയോ അടിപൊളിയായിട്ടാ. ആൾക്കാർ വരണമെന്നും എടുത്തു തന്നാലും നന്നായി. ഇത് നീ എന്ത് ചെയ്യാൻ പോകുന്നു? നീ കണ്ടോടി, ഇതൊന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലോകം മുഴുവൻ കളിക്കുക. കൊള്ളാം. നീയൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടതിന്റെ കേസിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ഓർത്തോ? നീ ഒന്ന് മിണ്ടാട് പോടി. ഇത് കൊലമാസറിച്ച മനസ്സിലായ കളി വേറെയാ മോളെ. നോക്കിയേ, പോസ്റ്റ് ഇട്ട് ഒരു മിനിറ്റ് പോലും ആയില്ല. കണ്ടില്ലേ ലൈക്സും കമന്റും. മരണമാസല്ല മോനെ, മരണമാസ്. നിന്റെ ഒരു മരണമാസ്. മക്കളെ, എല്ലാം ഭംഗിയായി കിട്ടിയില്ലേ? തൃപ്തിയായോ നിങ്ങൾക്ക്? ഹേയ്, ഇതേതാ ഈ ചൈനീസ് സെറ്റ്? അങ്കിൾ, what did you say? നടുറോഡിൽ മരണവേദനയെടുത്ത് രക്ഷയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ഒരു കൈ സഹായം നൽകാതെ അതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി രസിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ കുട്ടികളെ? അങ്കിൾ, കൂടുതൽ കോൾ കളയണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. മോളെ, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ അവകാശത്തെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയി കാണരുത്. മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നല്ലതാ. പക്ഷേ അത് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ നശിപ്പിക്കരുത്. അങ്കിൾ, അല്പം മുമ്പ് നിലവിളിച്ച സ്ത്രീയുടെ പോസ്റ്റിനെ കിട്ടിയ ലൈക്ക് എത്രയെന്ന് അറിയാമോ? സൂപ്പർ കമന്റ് അല്ലേ? കണ്ടോ അങ്കിൾ, കണ്ടോ. അങ്കിൾ, ആ കാഴ്ച ഞാൻ ഇന്നേ കണ്ടുള്ളൂ. രക്തത്തിൽ കുളിച്ചു കിടന്ന ആ കാഴ്ച അത്ര ഭീകരമായിരുന്നു.
പക്ഷേ ആ വസ്ത്രങ്ങൾ എനിക്ക് പരിചയമുള്ളതുപോലെ. ഓ ഗോഡ്. മോളെ, മോൾക്കെങ്കിലും ഇത്തിരി ദയവുണ്ടായില്ലോ. മോളെങ്കിലും ഇവരോടൊന്ന് പറയേ. എന്റെ അങ്കിളെ, നെറ്റില്ലാത്തൊരു ലോകം, അത് സ്വപ്നം പോലും കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഊണും ഉറക്കവും എന്തിനേറെ ജീവിതം തന്നെ നെറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. മക്കളെ, നല്ല കാര്യം. ദേ, എല്ലാവരും അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ദാ, ആ വരുന്ന മനുഷ്യനെ കണ്ടോ? അയാളൊരു ഭ്രാന്തനായിരുന്നില്ല. ഈ സാങ്കേതിക വിദ്യ ഭ്രാന്തനാക്കിയതാണ്. നിങ്ങളെപ്പോലെ ഫേസ്ബുക്ക് ചതിച്ചൊരു കുട്ടിയുടെ പിതാവാ. അവള് പഠിക്കാൻ വിടുപിടിക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ പഠന സമയത്ത് തന്റെ മൊബൈലിലേക്ക് വന്ന ഒരു മിസ്ഡ് കോൾ, അതിൽ നിന്ന് തുടങ്ങിയ പ്രണയം. കഥ ഞാൻ നീട്ടി പറയുന്നില്ല. ഒരു ദിവസം വീട് വിട്ടിറങ്ങിയ ആ കുട്ടിയെ പിന്നെ കണ്ടത് റെയിൽവേ ട്രാക്കിൽ ചിന്ന ഭിന്നമായ നിലയിലായിരുന്നു. നെറ്റിലെ കാമുകൻ ചതിച്ച് പിച്ചി ചീന്തി ആ കുട്ടിയെ അവൻ കൂട്ടുകാർക്കും പങ്കുവച്ചു. അവൻ പോലീസിന്റെ പിടിയിലായി. പക്ഷേ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനല്ലേ? മകൾ മരിച്ച ദുഃഖത്തിൽ മനസ്സിന്റെ സമനില തെറ്റി ആ പാവം അറിയുകയാണ്. മതി മോളെ, എനിക്ക് നിന്നെ മനസ്സിലാവും. മദ്യവും ലഹരി പദാർത്ഥങ്ങളും പോലെ തന്നെ മാരക വിപത്തും ലഹരിയുമാണ് ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സപ്പുമെല്ലാം. ഇതെല്ലാം നാം നിയന്ത്രിക്കണം. ഇതൊന്നും നമ്മെ നിയന്ത്രിക്കരുത്. അധികമായാൽ അമൃതും വിഷം. ഹലോ. സെറ, എന്താ എന്താ നീ കരയുന്നത്? ഏയ്, എന്താ കാര്യം പറ. നീ കരയുന്ന കാര്യം പറ സെറ. എന്ത് പറ്റി? ആ, നീ ഒന്ന് ചോദിച്ചേ. ഹലോ ഹലോ, എന്താ റിക്കി? ശ്രമിച്ചോ? റിക്കി, എന്താ കാര്യം പറ. നമ്മളൊന്ന് ദ്രോഹമാണ് ചെയ്തത്. എന്ത് പറ്റി? അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടില്ലേ? അത് ഇവിടെ സെലിബ്രിറ്റിയുടെ മമ്മിയുടെ.